യൂട്യൂബിലുള്ള പരിപാടി വണ്ടി വെച്ച് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് യൂട്യൂബിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഇത് കാണുന്ന വേറെ തലമുറയുണ്ട്. അവരിതൊക്കെ ഈ കാണിക്കുന്ന മോശം പരിപാടികളൊക്കെ നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ച് അവരെയും കൂടി അപകടത്തിലേക്ക് കൊണ്ടുപോകുക. നമ്മൾ കണ്ടല്ലോ, ഒരു ഡോറിലിരുന്ന് കുറച്ച് കുട്ടികൾ പോയിട്ട് അവരെ ശാസിച്ചു, അവരെ സേവനത്തിന് വിട്ടു, അവർ സ്നേഹത്തോടെ പോയി. അത് കണ്ടുകൊണ്ട് അടുത്ത ബാച്ച് തൊട്ടടുത്ത താലൂക്ക് ഇതേ കുറ്റകൃത്യം ചെയ്യുക. ഇന്നലെ മൂന്നാറിൽ ഒരാൾ ഇതേ കുറ്റം കരുതുക. നമ്മൾ ഈ ഉപദേശിച്ച് വിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് മൂന്നാറിലും മറ്റും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ആളുടെ മുൻ യൂട്യൂബുകൾ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസിനായിട്ട് എന്ത് തീരുമാനിക്കണമെന്ന് RTO മാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. അവരത് പരിശോധിക്കും. മാത്രമല്ല യൂട്യൂബിനെ അറിയിക്കും. അതായത് മോശമായൊരു സന്ദേശം സമൂഹത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനും നിയമലംഘനങ്ങൾ നടത്താനും പ്രോത്സാഹിപ്പിക്കുന്നവരെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യും. മാത്രമല്ല അത്തരത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കും. ഇനി അങ്ങനെ ചെയ്താൽ മോട്ടോർ വെഹിക്കിൾ നിയമം ലംഘിച്ച് ഇതുപോലുള്ള ഷോകൾ കാണിച്ചാൽ കർശനമായ നടപടിയായിരിക്കും. എൻഫോഴ്സ്മെൻറ്റിനെ അടക്കം അറിയിക്കും. നടപടിയൊക്കെ ചെയ്യുന്ന വകുപ്പുകളൊക്കെ ഉണ്ട്. അറിയിച്ചാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ മുഴുവൻ പൈസയും സർക്കാർ കണ്ടുകിട്ടും. യൂട്യൂബ് അവരെ ബ്ലോക്ക് ചെയ്യും. ഇതിനൊക്കെ ഇവിടെ നിയമമുണ്ട്. എടുത്ത് പ്രയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. എടുത്ത് പ്രയോഗിപ്പിക്കരുത് എന്ന സ്നേഹത്തോടെ യൂട്യൂബിൽ ഈ വേലയെ കാണിക്കും. മര്യാദയ്ക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് യൂട്യൂബും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടാക്കുന്നു ആളുകൾ. അതിനെ കണ്ടു പഠിക്കും. നിയമലംഘനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടത്തി യൂട്യൂബിൽ ഇനി ആര് വന്നാൽ നടപടി ഉപദേശവും സേവനവും മാത്രമൊന്നുമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു.